നെല്ലും പതിരും പരിപാടിയിൽ ഇന്ന് ഡോക്ടർ റോയ് തോമസ്, പ്രമുഖനായ ഫിസിഷ്യൻ അമേരിക്കയിൽ. ഡോക്ടർ റോയ് തോമസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചതിന്റെ പിന്നിൽ ചില ചിന്തകളാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ റോയ് തോമസ് തികഞ്ഞ മലയാളിയാണ്. തന്റെ മൌലിക ചിന്തകളിലൂടെയും ആ മലയാളിത്വം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പുതിയ തലമുറയ്ക്കും പുതിയ തലമുറയിൽപ്പെട്ട അമേരിക്കൻ മലയാളികൾക്കും ഡോക്ടർ റോയ് തോമസിന്റെ ജീവിത സന്ദേശം മാർഗനിർദ്ദേശം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം. എല്ലാ വർഷവും കേരളത്തിൽ വരുന്നുണ്ട്. ഇത്തവണ വന്നപ്പോൾ കണ്ട മാറ്റം എന്താണ്? എന്തെങ്കിലും പ്രകടമായ മാറ്റം കണ്ടോ? പ്രകടമായ മാറ്റമൊന്നുമില്ല. ചൂട് കുറച്ച് കൂടുതലുണ്ട്. കഴിഞ്ഞ നഗരവൽക്കരണം അങ്ങനെയൊക്കെ ഞാൻ വന്നിട്ട് ഒരു വർഷമേ ആയുള്ളൂ. ഒരു വർഷത്തിനകം അത്ര വലിയ മാറ്റങ്ങളുണ്ടായെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മലയാളികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഡോക്ടർ ഒബ്സർവ് ചെയ്യാറുണ്ടോ? മലയാളികളുടെ മാറ്റത്തില് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. ഹൈടെക് കൊച്ചുകുട്ടികൾക്ക് പോലും ചെറുപ്പക്കാർക്ക് പോലും അറിയാം. ഏതായാലും അമേരിക്കയ്ക്ക് തുല്യമായ കഴിവ് തന്നെയുണ്ട്. ഞാൻ ഈ കമ്പ്യൂട്ടർ സ്റ്റോറിലൊക്കെ വന്ന് ഇരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വെരി വെരി പ്രൊഫഷ്യന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വളർന്ന കാലമായിട്ട് നോക്കുമ്പോൾ ദാരിദ്ര്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലൊക്കെ ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലം ഇന്നങ്ങനെ ദാരിദ്ര്യമില്ല. കേരളം മറ്റു പല കുഴപ്പങ്ങളുണ്ടെങ്കിലും പ്രോഗ്രസിന്റെ പാതയിലാണെന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല. ഡോക്ടർ പ്രവർത്തിക്കുന്ന മേഖലയിൽ, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ, ഹെൽത്ത് സെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? രോഗത്തിന്റെ സങ്കീർണത, അപൂർവങ്ങളായ രോഗങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ചികിത്സയ്ക്കുള്ള അപര്യാപ്തത, അങ്ങനെയൊക്കെയുള്ള ഒരു പോരായ്മ കാണുന്നില്ലേ? കേരളം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. ഞാൻ പോകുന്ന അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസസ് എല്ലാം തന്നെ അപ്രത്യക്ഷമായെന്ന് പറയില്ല, വളരെ ചുരുക്കമായിട്ടേ ഉണ്ടാകാറുള്ളൂ. പാരാമീറ്റേഴ്സ് ഉണ്ട് ഹെൽത്തിന്റെ മെഷർ ചെയ്യുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഏകദേശം യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും ഒപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു. ലൈഫ് എക്സ്പെക്ടൻസി വളരെയേറെ ഇവിടെയും വർദ്ധിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആധുനിക ജീവിതത്തിന്റെ അവിടെയുള്ള രോഗങ്ങളെല്ലാം പതിറ്റിരട്ടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരില്ല. പുരോഗതിയുടെ രോഗങ്ങളെല്ലാം അമേരിക്കയേക്കാൾ അതിവേഗത്തിൽ ഇവിടെ എത്തുന്നുള്ളത് ജീവിതശൈലിയുടെ രോഗങ്ങൾ. അത് നമ്മുടെ ഒരു അലസതയാണോ, അവയർനെസ് ഇല്ലായ്മയാണോ, നമ്മുടെ സങ്കീർണമായ സംഘർഷപരമായ ജീവിതമാണോ? എന്താ കാരണം? ഒന്നാമത് ആളുകൾക്ക് റിലാക്സ് ചെയ്യാനോ എക്സർസൈസ് ചെയ്യാനോ സമയമില്ല. അമേരിക്കയിലൊക്കെ വീണ്ടും ആളുകൾ ചേഞ്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സർസൈസ് ചെയ്യാത്ത ആളുകളെ വളരെ ചുരുക്കമായിട്ടേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഭക്ഷണത്തിൽ കൊളസ്ട്രോളിന്റെ അംശം കുറയ്ക്കാനും സ്റ്റാർച്ച് കുറയ്ക്കാനും എല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇറ്റ്സ് അൺഹെൽത്തി ഫുഡ്. ആ ഒരു ബോധവൽക്കരണം നിർഭാഗ്യവശാൽ ഇന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ മലയാളികളുടെ ഇടയിലുള്ള അവയർനെസ് എങ്ങനെയുണ്ട്? അവരുടെ ജീവിതശൈലിയിൽ ഇത്തരം അപാകതകളുണ്ടോ? ഉണ്ട്. അമേരിക്കൻ മലയാളിയും ആദ്യമായി എത്തിയിട്ടുള്ളവർക്ക് പൂർണ്ണമായ ഒരു ബോധവൽക്കരണം പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. ഞാൻ ആദ്യം അമേരിക്കയിൽ ചെല്ലുമ്പം ചിക്കാഗോയിലൊക്കെ അധികം ഡോക്ടർമാരൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് മലയാളികളെല്ലാം അധികം ഒരു നല്ല പങ്ക് എന്നെ വന്ന് കാണാൻ വരുമായിരുന്നു. അക്കാലത്ത് കേരളത്തിലെ അസുഖങ്ങൾ പലരും അവർക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു മന്ത് രോഗിയെ ചികിത്സിച്ചത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വേറെ ആരും മന്ത് കണ്ടിട്ടില്ല. ഒരു അത്ഭുതം. മലയാളി അവർ കണ്ടിട്ടേ ഇല്ല. അതിന് ചെയ്യുന്ന ചികിത്സകൾ, രാത്രി ബ്ലഡ് എടുക്കുന്നത് ഒക്കെ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞാനൊരു വലിയ ഡോക്ടറാണ്, ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ അവരോട് പറയാൻ പറ്റില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ ദിവസവും ഇത് കണ്ടുകൊണ്ടിരുന്നതാണ്. അത് ഇന്നങ്ങ് മാറി. ട്രോപ്പിക്കൽ ഡിസീസസ് ഇവിടെ നിന്ന് മാറി. അമേരിക്കക്കാർക്കുണ്ടാകുന്ന രോഗങ്ങൾ തന്നെ ഇരട്ടിയായി അവിടെ എത്തിയ മലയാളി ഇന്ന് കാണും. ഡോക്ടർ, ഈ ഒരു 40 വർഷം മുമ്പ് അമേരിക്കയിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഹയർ സ്റ്റഡീസിന് ശേഷമാണ് അമേരിക്കയിലെത്തുന്നത്. അവിടെ എത്തുമ്പോഴുള്ള മലയാളിയുടെ അവസ്ഥ എന്തായിരുന്നു? മലയാളികളുടെ സംഖ്യ എങ്ങനെയായിരുന്നു? മലയാളികളുടെ സംഖ്യ വളരെ കുറവായിരുന്നു. 1970 എത്തുമ്പം വളരെ കുറവായിരുന്നു. മലയാളികളുടെ തന്നെയല്ല, ഇന്ത്യക്കാരുടെ അംഗസംഖ്യ തന്നെ വളരെ കുറവായിരുന്നു.
1975 ഞങ്ങൾ ഏകദേശം ഇന്ത്യക്കാരെല്ലാം കൂടെ ഒരു 160 ഡോക്ടർമാരുണ്ടായിരുന്നു ചിക്കാഗോ പരിസരത്ത്. അവരെല്ലാം കൂടി ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് ചിക്കാഗോയുടെ മേയറെ ക്ഷണിച്ചു. മേയറെ ക്ഷണിക്കാനായിട്ട് ഞാൻ ഒരു ബംഗാളി കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മേയറുടെ വിസിറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പാടില്ല. മേയറുടെ അസിസ്റ്റന്റ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്, എത്ര പേര് വോട്ട് ചെയ്യുന്നവരുണ്ട്? അന്ന് വളരെ ചുരുക്കം പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എത്ര പേര് പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നുണ്ട്? കുറവാണ്. മേയർ വളരെ ബിസിയാണ്, നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വളരെ എംബാരസിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ആ വിഷമം എനിക്ക് തീർന്നത് 1995 അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ ബിൽ ക്ലിന്റൺ തന്നെ എയർഫോഴ്സ് 1 ഇന്ത്യൻ ഡോക്ടർമാരുടെ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ വേണ്ടി ചിക്കാഗോയിലെത്തി നല്ല അഡ്രസ്. സോ ബിഗ് ചേഞ്ചസ് ഇതിനകം നടന്നിട്ടുണ്ട്. അന്നത്തെ ആ തലമുറയിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിരുന്നു. ഡോക്ടർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നോ ഇവിടെ വന്ന് താമസിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തയായിരുന്നോ, അതോ അവിടെ തന്നെ ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ളതായിരുന്നു? വാസ്തവം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അവധി എടുത്തുകൊണ്ട് പോയതാണ്. 5 വർഷത്തേക്ക് അവധി എടുത്തുകൊണ്ട് പോയതാണ്. എല്ലാം കഴിഞ്ഞിട്ട് തിരികെ വരാൻ അവിടെ ചെന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് പോയി. കാലക്രമണത്തിൽ അവിടെ തന്നെ അങ്ങ് അടിഞ്ഞു കൂടുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതൊന്നുമല്ല. അതിപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തോന്നൽ ശക്തമാകാറുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പോൾ ഇവിടെ കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? ഒരിക്കലും തോന്നിയിട്ടില്ല. പലരും അങ്ങനെ പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ, ട്രാഫിക്, മറ്റേ കാലാവസ്ഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചുള്ള തോന്നുന്നില്ല. ഇറ്റ്സ് എ വെരി നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ്. നമ്മള് ജനിക്കുക എന്നുള്ളത്, ജനിച്ച അവസരം ഇതൊന്നും നമ്മുടെ കൺട്രോളുള്ള സംഗതികളല്ല. നമ്മുടെ കൺട്രോളിലുള്ള എന്താണ് യഥാർത്ഥത്തിൽ? അങ്ങനെ മേപ്ര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജനിച്ചു. ആരോടും ചോദിച്ചിട്ടല്ല. ദൈവം എവിടെയാണ് ജനിപ്പിച്ചത്? കാരണം അമ്മയുടെ ഇരിക്കുകയും വേണമല്ലോ ജനിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ അവിടെ ജനിച്ചു. അമ്മയാണ് എനിക്കൊരു ഭാഷ തന്ന് അമ്മ പഠിച്ചുകൊണ്ട് മലയാളം പഠിച്ചു. എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഞാൻ ഒരുപക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ചേനെ. അതൊന്നും നമുക്ക് ഒരു ചോയ്സ് ഉള്ള സംഗതികളല്ല. നമുക്ക് ചോയ്സ് ഉള്ള ഒരുപാട് സംഗതികളുണ്ട്. അവിടെയും വേണം എനിക്ക് തിരികെ വരാമായിരുന്നു. പക്ഷെ ഇന്നത് തിരികെ നോക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സെറനിറ്റി തോട്ട്സ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ഒരു പ്രസിദ്ധമായ അമേരിക്കൻ എന്നുണ്ട്. Give us the serenity to accept the things which I cannot change, and the courage to change the things I can, and the wisdom to know the difference. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപത്തിൽ എനിക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഐ അക്സെപ്റ്റ് ഇറ്റ്. ഏറ്റവും സംതൃപ്തി തോന്നിയ പ്രൊഫഷൻ ഇത് തന്നെയല്ലേ ജീവിതത്തിൽ? ഈ പ്രൊഫഷനിൽ ഏർപ്പെട്ടു, ഇത് വളരെ സംതൃപ്തിയായിരുന്നു. ഈ ചികിത്സാ രംഗത്തുള്ള ഏറ്റവും നല്ല അനുഭവങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അത് പറയാൻ കഴിയുമോ? ഞാൻ പഠിക്കുന്ന അവസരത്തിൽ, ഇവിടുന്ന് പോകുന്ന അവസരത്തിൽ ആകപ്പാട് ഡോക്ടർമാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റെതസ്കോപ്പ്, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, എക്സ്റേക്കുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെയല്ലാതെ വളരെ കൂടുതലായി ഒരു നീ ഹാമർ ഇതൊന്നും അല്ല, അത് കാര്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ 20-25 വർഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതി, ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? റിസർച്ചിലാണോ, അപ്ലൈഡ് ആയിട്ടുള്ള? അമേരിക്കയിൽ തന്നെയാണ്. നമുക്ക് MRI അതുപോലുള്ള സംഗതികളൊക്കെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ചെയ്യാം. ഞങ്ങളുടെ കുട്ടികൾ, എന്റെ 2 പിള്ളേര് ഡോക്ടേഴ്സുണ്ട്. ഒരു സണ്ണിലോയും ഡോക്ടറാണ്. ഞങ്ങൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത സംഗതികളാണ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് ആർട്ടറിക്കകത്തും അവർക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. ബ്രെയിനൊരു സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബ്രെയിനകത്ത് ഒരു ട്യൂബിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വരംവിട്ട് നികത്തുന്ന പോലെ അവർ നികത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ അന്ന് പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് കെട്ടുകറിയാന്ന് പറഞ്ഞേ. ദാറ്റ് ഇസ് ദ വേ മെഡിസിൻ ഹാസ് ചേഞ്ച്. ഡോക്ടർ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഏത് മേഖലയാണ്? എന്റെ ഇപ്പോൾ ജീനോമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. എന്റെ ഇത്തരം പുതിയ പുതിയ വിഷയങ്ങളിൽ അടുത്ത ഒരു 10-20 വർഷങ്ങൾക്കുള്ളിൽ ഹ്യൂമൻ ജീൻസിന്റെ കണ്ടുപിടുത്തത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ മെഡിസിനിൽ തന്നെ ഉണ്ടാകും. 2001 ആദ്യമായിട്ട് ഹ്യൂമൻ ജീനോംസ് മുഴുവൻ ഡെസിഫർ ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഒരു 100 ട്രില്യൺ ജീൻസ് സെൽസ് ഉണ്ട്. ഈ ഓരോ സെൽസിനകത്തും DNA കൊണ്ട് എഴുതിയേക്കുന്ന ഒരു പുസ്തകമുണ്ട്. 4 ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളതുകൊണ്ട് ആ പുസ്തകം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുണ്ട്. ആ പുസ്തകം നമ്മൾ പത്രം വായിക്കുന്ന സ്പീഡിൽ വായിച്ചു പോകണമെങ്കിൽ 32 വർഷം എടുക്കും തീർക്കാൻ. നമ്മുടെ ആകൃതി, പ്രകൃതി, രോഗം, ഇതെല്ലാം ഏത് രൂപത്തിൽ പോകുന്ന എല്ലാം ജീൻസിനകത്ത് എന്തെന്നില്ല. ആ ജീൻസിനെ പറ്റി ഇന്ന് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ
ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗമെന്ത്, ഏത് പ്രായത്തിൽ അത് വരുവാനായിട്ട് സാധിക്കും, എന്നുള്ള ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ജീവിത ദർശനം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ തോട്ട് എന്താണ്? പലപ്പോഴും എന്റെ ചിന്തയിൽ വരും, നമ്മുടെ എഴുത്തച്ഛന് ലക്ഷ്മണോപദേശത്തില് ഒരു ഭാഗത്ത് എഴുതുന്നുണ്ട്. ലക്ഷ്മണൻ ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ദശരഥൻ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അച്ഛനോടാണെങ്കിലും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് വാളൂരി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ അവസരത്തിൽ ശ്രീരാമൻ ഉപദേശിക്കുന്നുണ്ട്, ചക്ഷുശ്രവണകളസ്തമം ദർഭരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലഹീനാപരിഗ്രസ്തമം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാട് കണ്ടിട്ടുള്ള വാൽമീകി എഴുതുകയാണ്, കൊച്ചനുജ നീ കണ്ടിട്ടുണ്ടോ ഈ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള? ആ തവള അടുത്ത നിമിഷം പാമ്പ് വിഴുങ്ങാമെന്നറിയുമെങ്കിലും അതിന്റെ മുന്നേ കൂടെ പോകുന്ന ഒരു ഈച്ചയെ പിടിക്കാനായിട്ട് ചാടി ശ്രമിക്കുന്നു. അതുപോലെ സമയമാകുന്ന ഒരു വലിയ സർപ്പത്തിന്റെ വായിലാണ് ഞാനും നീയും ഇരിക്കുന്നത്. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടാതെ ജസ്റ്റ് ഹാവ് ദ പേഷ്യൻസ് എന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഉപദേശമല്ലേ അത്? തീർച്ചയായിട്ടും. ഈ ശബരിമലയിൽ ഒരിക്കൽ പോയിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനൊരു വികസിത രൂപം ഉണ്ടാകാൻ വേണ്ടിയും ഒരു അനുഭവത്തിനും വേണ്ടിയും പോയതാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. ചിക്കാഗോയിൽ നമ്മുടെ വിവേകാനന്ദൻ വന്ന് ആ പ്രസിദ്ധമായ പ്രസംഗം ചെയ്തതിന്റെ 100ാമത്തെ വാർഷികം അവിടെ ആഘോഷിച്ചപ്പോൾ അതിന്റെ ഒരു കൺവീനർ കൂടിയായിരുന്നു ഞാൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മതനേതാക്കന്മാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി, ദലൈലാമയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. വലിയ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. ആ അവസരത്തിൽ വിവേകാനന്ദനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മതത്തെപ്പറ്റി അന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 വരികൾ എപ്പോഴും ഞാൻ ഓർക്കും. ആകാശൽ പതീയം തോയം സദാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവീയം തഥാ ഗച്ഛതി. ലോകത്തിലെ വെള്ളമെല്ലാം നദിയിലേക്ക് ഒഴുകുന്നതുപോലെ, നദികളെല്ലാം സമുദ്രത്തിൽ പതിക്കുന്നതുപോലെ നമ്മൾ വിവിധ മതവിശ്വാസികൾ ഈശ്വരനെ എല്ലാ വിധത്തിൽ പ്രേരിപ്പിച്ചാലും ആത്യന്തികമായി ഒന്നിൽ തന്നെയാണ് നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു. അത് അവിടുത്തെ സാഹിബിനൊക്കെ മഹാ അത്ഭുതമായത്. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തുവല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നു നമ്മുടെ വന്യവയോധികനായ ക്രിസോസ്റ്റം തിരുമേനി ഞാൻ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്രസാദമർപ്പിക്കപ്പെട്ട പായസം, അമ്പലത്തിൽ പ്രസാദമർപ്പിക്കപ്പെട്ട പായസം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസാമീപ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. വലിയൊരു ചിന്തയാണ്. എന്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പഠിക്കുവാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനും എനിക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ശബരിമല പോയെന്ന് പറഞ്ഞല്ലോ. ശബരിമല പോയി മുകളിൽ കയറി ചെല്ലുന്ന അവസരത്തിൽ അങ്ങോട്ട് കയറുന്നിടത്ത് പേട്ടയിൽ തുള്ളിച്ചെല്ലുമ്പോൾ ഒരു മുസ്ലിം പുരോഹിതനാണ് വറപ്പ അരി അവിടെ പോകുന്ന പിൽഗ്രിംസിന് നൽകുന്നത്. ലോകത്തൊരിടത്ത് നടന്നു കഴിഞ്ഞാലും ഒരു മുസ്ലിം പുരോഹിതൻ അങ്ങനെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുകയില്ല. അവിടെ ചെല്ലുന്ന അവസരത്തിൽ ഞാൻ ക്രൈസ്തവനാണെന്ന് അറിയാം. ഇതിൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് ആളുകൾ എന്നെ സ്വീകരിച്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോയത്. ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. തീർച്ചയായിട്ടും അത് കേരളത്തിൽ മാത്രമേ അത് സാധിക്കൂ. ഞാൻ ഇസ്രയേൽ സന്ദർശിച്ചിട്ടുള്ള അവസരത്തിൽ മലയാളി യഹൂദന്മാർ താമസിക്കുന്ന കുബിറ്റ്സിൽ പോയി അവരെ പലരെ കണ്ടു. അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാ യഹൂദന്മാരും പറയും അവിടെ പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു, യഹൂദന്മാരെ യൂറോപ്പിൽ മുഴുവൻ പെർസിക്യൂട്ട്. അവർ പറയുന്നു, ലോകത്ത് യഹൂദന്മാർ പോയിടത്ത് ഒരിടത്തും പെർസിക്യൂട്ട് ചെയ്യാത്ത ഏക സമൂഹം കേരളത്തിലെ സമൂഹം മാത്രമാണ്. വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ആ ഒരു കൾച്ചർ നമുക്കുണ്ട്, ആ ഒരു ഹെറിറ്റേജ് നമുക്കുണ്ട്. അത് നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. അവരുടെ അവിടുത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെയുണ്ട്? കേരളത്തിന്റെ സ്വാധീനം ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് വളരെ വാസ്തവത്തിൽ സംഭവിച്ചു എന്നാണ്, നമ്മുടെ സമീപമുള്ള ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒരു കിണറിന്റെ സമീപം ഞാനും ഭാര്യയും കൂടെ വെള്ളം കോരി അവിടെ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ
ഞങ്ങളുടെ ഗൈഡിനെ ഒരു സ്ത്രീ ഓടി വന്ന് ഏതാണ്ട് ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഓടി എല്ലാവർക്കും വന്ന് ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. മലയാളിയാന്ന് പറഞ്ഞിട്ടും മുകളോട്ട് താഴോട്ട് ഒരു ചാടുകയാണ്. അത്ര എക്സൈറ്റ്മെന്റ്. അവർക്ക് മലയാളിയെ കാണാൻ സാധിക്കാത്ത ഒരു ഭാഗത്താണ്. അവർ വളരെ നിർബന്ധിച്ച് എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യേശുദാസന്റെ ടേപ്പ് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പച്ചടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഒരു സന്തോഷമായിരുന്നു എന്നറിയാം. പുതിയ ജനറേഷൻ എങ്ങനെയാണ്? എന്താണ് അവരുടെ ഒരു അഭിരുചി? കൂടുതൽ പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നവരാണോ? ഭാഗ്യവശാല് മലയാളിയുടെയും ഇന്ത്യക്കാരുടെയും രണ്ടാം തലമുറ വളരെ സക്സസ്ഫുൾ ആണ്, നല്ല പ്രൊഫഷണൽസ് ആണ്. എവിടെ പോയി കഴിഞ്ഞാലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സ്റ്റാൻഡ് ഇൻ ദ ഹയസ്റ്റ് റാങ്ക്. അവരെ പറ്റി വളരെ അപ്രീസിയേഷൻ ആണ്, വളരെ അപ്രീസിയേഷൻ. വി ആർ വെരി പ്രൗഡ് ഓഫ്. നിങ്ങളെപ്പോലെ നാടിനോടുള്ള ആ ബന്ധം പല അംശത്തിലും സൂക്ഷിക്കുന്ന പ്രവണതയുണ്ടോ അവർക്ക്? ഇല്ലല്ലോ. ഒന്നാമത് ഭാഷ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് വളരെ പ്രയാസമാണ്. നിങ്ങളുടെ കുട്ടികളിൽ അധികം പേർക്ക് ആദ്യത്തെ മൂത്ത കുട്ടിക്കോ അല്ലെ രണ്ടാമത്തെ കുട്ടിക്കോ മലയാളം കുറച്ച് സംസാരിക്കാമെന്നല്ലാതെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മലയാളം കൈവിട്ടു പോകുന്നുണ്ട്. ന്യൂയോർക്കിലൊക്കെ മലയാളം സ്കൂളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങളെപ്പോലെ നാടിനോടുള്ള ആ ബന്ധം പല അംശത്തിലും സൂക്ഷിക്കുന്ന പ്രവണതയുണ്ടോ അവർക്ക്? ഇല്ലല്ലോ. ഒന്നാമത് ഭാഷ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് വളരെ പ്രയാസമാണ്. നിങ്ങളുടെ കുട്ടികളിൽ അധികം പേർക്ക് ആദ്യത്തെ മൂത്ത കുട്ടിക്കോ അല്ലെ രണ്ടാമത്തെ കുട്ടിക്കോ മലയാളം കുറച്ച് സംസാരിക്കാമെന്നല്ലാതെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മലയാളം കൈവിട്ടു പോകുന്നുണ്ട്. ന്യൂയോർക്കിലൊക്കെ മലയാളം സ്കൂളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമ്മളെ എങ്ങനെ അവർ നോക്കിക്കാണുന്നു? ഇപ്പം അതൊരു മൈഗ്രേറ്റഡ് സൊസൈറ്റിയാണ് ശരിക്കും. അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു ചേർന്നവരാണല്ലോ കൂടുതലും. ആ സൊസൈറ്റിയിൽ നമുക്കുള്ള ഒരു പ്രസക്തി, സ്ഥാനം ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ലോകത്ത് കേരളമല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഞാൻ ഇമിഗ്രേറ്റ് ചെയ്യുമെങ്കിൽ അമേരിക്ക മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ഒരു ഇമിഗ്രന്റ് സൊസൈറ്റിയാണ്. ആ കൾച്ചറുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ അസിമിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ലൂസിയാനയിലെ ഗവർണർ ജനറൽ ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ ചെറിയ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൺസീവ് ചെയ്യുന്ന അപ്പനും അമ്മയും ഇവിടെ ഇന്ത്യയിലായിരിക്കും. അത് കഴിഞ്ഞ് പ്രസവിച്ചത് അമേരിക്കയിലാണ്. അമേരിക്ക പ്രസവിച്ചെങ്കിൽ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള രണ്ടോ മൂന്നോ പേരിൽ ഒരാളായിട്ട് അദ്ദേഹമാണ് തൂങ്ങിക്കാണിക്കുക. അങ്ങനെയെങ്കിൽ ഒരു ഇന്ത്യൻ വംശജൻ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് ആകാനായിട്ടുള്ള സാധ്യത അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ട് ഞാൻ 3 തലമുറ താമസിച്ചു കഴിഞ്ഞാലും ഞാനൊരു ഇംഗ്ലീഷുകാരനായിട്ട് തീരത്തില്ല. പക്ഷെ അമേരിക്കയിൽ എന്റെ കുട്ടികളും എന്റെ കുട്ടികളുടെ കുട്ടികളും എല്ലാം വളർന്നു വരുന്നത് അമേരിക്കക്കാരായിട്ട് മാത്രമാണ്. മലയാളികളുടെ അവിടുത്തെ രാഷ്ട്രീയ ബന്ധം അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എല്ലാ പാർട്ടികളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തൊട്ട് ഡെമോക്രാറ്റിക് പാർട്ടി, ഇൻഡോ അമേരിക്കൻ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫൗണ്ടിംഗ് ആളാണ് ഞാൻ. ഇന്ത്യക്കാരിലൊരു നല്ല ഭൂരിപക്ഷം ഡെമോക്രാറ്റിക് അനുഭാവികളാണ്. പക്ഷേ എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുമുണ്ട്. രാഷ്ട്രീയത്തെ കുറേശ്ശെ സ്വാധീനം ചെലുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം തലമുറയിൽ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. കൊച്ചു സെനറ്റർ സീറ്റിലും മറ്റേ സീറ്റിലൊക്കെ മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കുന്ന മലയാളികളുണ്ട്? ഉണ്ടോ. താമസിയാതെ പലരും സ്ഥാനത്തെത്തും. ഞങ്ങളുടെ മക്കളുടെ തലമുറ. മറ്റു ഇന്ത്യൻ വംശീയരുടെ കൂട്ടത്തിൽ ഏത് ജനവിഭാഗങ്ങളാണ് കുറച്ചും കൂടി, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ് കുറച്ചുകൂടി ഈ പൊളിറ്റിക്കൽ ലെവലിൽ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വന്നിട്ടുള്ളത്? പഞ്ചാബികളാണ്. എന്താണ് അവരും തമ്മിൽ ഡോക്ടർ എങ്ങനെ വ്യത്യാസപ്പെട്ട് കാണുന്നു? അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കൻ കോൺഗ്രസ്മാനായിട്ട് ആദ്യം തീരുന്ന ഒരു പഞ്ചാബിയാണ്. അത് 1926 അവരാണ് ആദ്യം അവിടെ എത്തുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ ആദ്യത്തെ തലമുറയാണ്. നമ്മുടെ ഒരു ചരിത്രം എഴുതി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് UCLA യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പ്രൊഫസർ ഹിസ്റ്ററി പ്രൊഫസർ എനിക്ക് നോട്ട് എഴുതി, നിങ്ങളോടാര് പറഞ്ഞു നിങ്ങളാണ് ആദ്യം അവിടെ എത്തിയേക്കുന്ന ഇന്ത്യക്കാരൻ. ഞാൻ ഇവിടെ എത്തിയ ഇന്ത്യക്കാരന്റെ 5ാം തലമുറയാണ്. സോ ആദ്യകാലങ്ങളിൽ കുറച്ച് മലയാളികൾ പഞ്ചാബികൾ കപ്പലിലൊക്കെ ആയിട്ട് അവിടോട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ചരിത്ര സമയത്ത് ഒരു മലയാളി ആ കാലത്തോടെ എത്തിച്ചിട്ടുണ്ട്. ഓരോ തവണയും തിരിച്ചു പോകുമ്പോൾ എന്ത് സ്വപ്നമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്? അടുത്ത വർഷം വീണ്ടും വരാം എന്നുള്ള മോഹമാണ്? തീർച്ചയായിട്ടും. വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നിരാശയായിരിക്കും. ഒരിക്കൽ മേപ്രാലിലേക്ക് വന്ന് താമസിക്കട്ടെ, അവിടെ ജീവിതം
വീണ്ടും ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.